നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹാൻസി ഫ്ലിക്കിന് മികച്ച കോച്ചിലുള്ള പുരസ്കാരം. ആ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത് സെൽറ്റാ വിഗോക്കെതിരെ രണ്ടാം പകുതിയിൽ ബാഴ്സലോണ കളിച്ച പോലുള്ളൊരു കളി പുറത്തെടുത്താൽ ഈ സീസണിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ്. ബൂണ്ടസ് ലീഗയും ലലീഗയും തമ്മിലൊരു കമ്പാരിസൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില മറുപടികളുമുണ്ട്. നമ്മൾ നോക്കിയാണ് അദ്ദേഹത്തിന് മാർക്ക അവാർഡ് നൽകുന്നു. മികച്ച കോച്ചിനുള്ള പുരസ്കാരം മിഗ്വൽ മുനോസ് ട്രോഫി. പോയ സീസണിൽ മികച്ച കോച്ചിനുള്ള പുരസ്കാരമാണ്. അദ്ദേഹത്തിൻ്റെ ടീം കിരീടം ചൂടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മികച്ച ഫുട്ബോളാണ് അവർ പുറത്തെടുത്തത്. അതുകൊണ്ട് ഇത് വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ളൊരു പുരസ്കാരമാണ് എന്നാണ് മാർക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ജർമ്മൻ കോച്ച് ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ആദ്യം നോക്കി. അദ്ദേഹം പറയുന്നു, ഇതൊരു വലിയ ആദരവാണ് ഈ ഒരു അവാർഡ് ലഭിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതെനിക്ക് മാത്രമുള്ളൊരു അവാർഡായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് മൊത്തം ടീമിനുള്ള അവാർഡാണ്. അത് പ്ലെയേഴ്സിനും കോച്ചിങ് സ്റ്റാഫിനും ഒക്കെയുള്ള അവാർഡാണ്. അവരൊക്കെ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ജോബാണ് കഴിഞ്ഞ സീസണിൽ നടത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രോഫി നേടിയത് എന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ബൂണ്ടസ് ലീഗയിൽ നിങ്ങൾ കുറേ പരിശീലിപ്പിച്ചതാണല്ലോ, ബൂണ്ടസ് ലീഗയും ലലീഗയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ലലീഗയും ബൂണ്ടസ് ലീഗയും കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ഇവിടെ കണ്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ ചില കാര്യങ്ങൾ പറയാം. സ്പെയിനിൽ എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അവരുടേതായ സ്റ്റൈലിൽ ഫുട്ബോൾ കളിക്കാനാണ് ശ്രമിക്കുന്നത്. ഫുട്ബോൾ കളിക്കുന്നത് അവരിഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു മാച്ചിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്, അടുത്ത മാച്ചിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം എല്ലാവർക്കും ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അതാണ് പ്രത്യേകത എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇപ്പോൾ ബാഴ്സ അത്ര ഒരു മികവിലല്ല പോകുന്നത് എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ സെൽറ്റാ വിഗോക്കെതിരെയുള്ള സെക്കൻഡ് ഹാഫിൽ ഒരു ഗ്രേറ്റ് ടീം എന്ന രൂപത്തിലാണ് ഞങ്ങൾ കളിച്ചത്. അതൊരു ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു. പെർഹാപ്സ് റൈറ്റ് നൗ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ലാക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നോർമലി എടുത്ത് പോവുകയാണ് വേണ്ടത്. ബട്ട് നൗ ചില പ്ലെയേഴ്സ് പരിക്കിൽ നിന്ന് മാറി തിരിച്ചു വരികയാണ്. അത് ഞങ്ങളെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. ഞങ്ങൾക്കൊരു ഫാൻറ്റാസ്റ്റിക് സ്ക്വാഡുണ്ട്. ഹൈ ലെവലിൽ ഞങ്ങൾ കളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീഗോക്കെതിരെയൊക്കെ കളിച്ച പോലെ കളിക്കുകയാണെങ്കിൽ എവറിത്തിങ് വിൽ ബി ഫൈൻ. ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ അടുത്ത 4 ആഴ്ചക്കിടയിൽ 9 കളികൾ കളിക്കണം ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ്. അതിനായിട്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 ആഴ്ചകളിൽ ഞങ്ങൾ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സിംഗിൾ മാച്ചും വിജയിക്കാൻ തന്നെയായിരിക്കും ഞങ്ങൾ പരിശ്രമിക്കുക എന്നുകൂടി ഹാൻസി ഫ്ലിക്ക് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.